ചിലർ മീശ വടിച്ച് നീക്കുന്നു, മറ്റു ചിലർ താടിരോമം വടിക്കുന്നു. ചിലർ മീശയും താടിരോമവും നീക്കുന്നു. ഇവയുടെ വിധി എന്ത്? ഉത്തരം: മീശ ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്ന രീതിയിൽ വെട്ടൽ സുന്നത്താണ്. മീശ പറിക്കലും വടിക്കലും കറാഹത്താണ്. മീശ കളയണം എന്ന് ബുഖാരിയിലും മുസ്ലിമിലും കാണുന്ന ഹദീസിൻ്റെ ഉദ്ദേശം ചുണ്ടിൻ്റെ ചുവപ്പ് വെളിവാകുന്ന നിലയ്ക്ക് വെട്ടണമെന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ജുമയുടെ മുമ്പ് മീശ വെട്ടിയിരുന്നു. പ്രമുഖ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും മീശ വെട്ടിയിരുന്നു. താടിരോമം വളർത്തൽ സുന്നത്തും വടിക്കൽ കറാഹത്തുമാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണം. താടിരോമം വടിക്കൽ നിഷിദ്ധമാണെന്ന അഭിപ്രായമുണ്ട്. താടിരോമം വളർത്തുമ്പോൾ താടിരോമത്തിൻ്റെ നീളം, വീതി എന്നിവ യോജിക്കാൻ വേണ്ടി അല്പം വെട്ടുന്നത് നല്ലതാണ്. താടിരോമം തീരെ വെട്ടാതെ വളർത്തൽ വിരോധമുള്ളതല്ല, പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിച്ചതായി ബുഖാരിയിലും മുസ്ലിമിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിരോമം നീളവും വീതിയും വെട്ടിയെന്ന് ഹദീസിൽ കാണുന്നത് അത് അനുവദനീയമാണെന്ന് വ്യക്തമാക്കാനാണ്.